എമ്പുരാനെതിരെ ഒരു സ്വയം സേവകനിട്ടൊരു പോസ്റ്റാണിത്. 2022 ഫെബ്രുവരി 27 രാവിലെയാണ് ഗോദ്ര ട്രെയിൻ കത്തിച്ചത്. സബർമതി എക്സ്പ്രസിനുള്ളിൽ തീവ്രവാദികൾ തീയിട്ടു. അയോധ്യയിൽ നിന്ന് മടങ്ങിയിരുന്ന 59 ഹിന്ദു തീർത്ഥാടകർ കൊല്ലപ്പെട്ടു. ഇതുപോലെ തന്നെ ഇയാൾ വേറൊരു പോസ്റ്റും കൂടെ ഇട്ടുണ്ട്. എടാ രാജപ്പ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തനിയെ തീപിടിച്ചതല്ല, തൊപ്പിയിട്ട ടീം തീയിട്ടതാണ്. അതിൽ വെന്തു മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളും. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? അതായത് ട്രെയിൻ കത്തിച്ചവരെ അല്ലെങ്കിൽ തീവ്രവാദികളെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. ചെയ്തവരെ മാത്രം ശിക്ഷിക്കാൻ എന്തുകൊണ്ട് മോദിക്ക് കഴിയാതെ വന്നു? അവരെ പിടിച്ചുകൊണ്ട് വന്ന് ഷൂട്ട് അറ്റ് സൈറ്റ് നിയമം നടപ്പിലാക്കിയായിരുന്നാലും ഈ പറഞ്ഞ മോദിക്ക് അവിടെ പിന്തുണ കിട്ടിയാനെ. പക്ഷെ വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിട്ടു. പൈശാചികമായ ഒരു ജനതയെ കൊലയ്ക്ക് കൊടുത്തു. കുട്ടികളുടെ വായിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ട്. ഇനി ഈ സ്ഥാനം ഉറപ്പിക്കാനും ഇയാൾ ഇത് തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ തെളിവാണ് നാഗ്പൂർ മണിപ്പൂർ കലാപം. അതാണ് അറിവുള്ള രാഷ്ട്രീയക്കാരും സമൂഹത്തിലുള്ള ബുദ്ധിജീവികളും സിനിമയിലൂടെ പോലും ഇവന്മാരെ എതിർക്കാൻ ശ്രമിക്കുന്നത്.